നമ്മൾ ഈ മുളകിൻ്റെ വിത്തിട്ടതാണ് ഈ ഗ്രോ ബാഗിനകത്ത്. മുളകിൻ്റെ വിത്തിട്ടിട്ട് ഈ മുളകൊക്കെ നിറയെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഏത് മുളകാന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയുണ്ടായിരുന്നില്ല. നമ്മളിത് സാധാ മുളകാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്കിത് സാധാ മുളകല്ല, ബജ്ജി മുളകാണ്. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ബജ്ജി മുളകിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ നമുക്ക് വലിപ്പം ബജ്ജി മുളകിൻ്റെ അത്ര വലിപ്പം വന്നിട്ടില്ല. നമുക്കതിൽ നിറയെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് അത്യാവശ്യം മുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. നമ്മളിതിൽ ഇടയ്ക്ക് പൊട്ടിക്കാറുമുണ്ട്. പിന്നെ നമ്മളിതിലധികം വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ വെറുതെ വളമൊന്നും ഇടാണ്ട് വെറുതെ മണ്ണ് മാത്രം നമ്മൾ ഇട്ടിട്ടാണ് ഇത് നിറച്ചിരിക്കുന്നത് ബാഗ്. അപ്പം അത് കാരണം കൊണ്ടായിരിക്കും മുളക് ചെറുതായി പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് വലിയ വലിപ്പം കിട്ടിയിട്ടില്ല മുളകിന്. പിന്നെ നമ്മൾ ഈ ബാഗിൽ ഒരു കോളിഫ്ലവറിൻ്റെ തൈയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടാവാറുണ്ട്, നമുക്ക് കിട്ടാറൊക്കെ ഉണ്ട് കോളിഫ്ലവർ. ചെറുതായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ മുളകും കോളിഫ്ലവറും കൂടിയിട്ടാണ് ഈ ബാഗിനകത്ത് വെച്ചിരിക്കുന്നത്. കോളിഫ്ലവർ ഉണ്ടായിട്ടില്ല, പക്ഷെ നമുക്ക് മുളക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുളക് പഴുത്തിരിക്കുന്നുണ്ട്, അകത്ത് വിത്തെടുക്കണം. വിത്തെടുത്തിട്ട് വേണം നമുക്ക് വളമൊക്കെ ഇട്ടിട്ട് അത് മുളപ്പിക്കാൻ. അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം, മുളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ അത്യാവശ്യത്തിന് പൂക്കളുമുണ്ട്, പൂവുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇനിയും ഇതിൽ മുളക് ഉണ്ടാവും തോന്നുന്നുണ്ട്. പിന്നെ വേനൽക്കാലമാണ്, അപ്പോൾ നമുക്കറിയില്ല. ഇലയും കുറവാണ് ഇതിനകത്ത്, അധികം ഇലകളൊന്നുമില്ല. ഒരു ചെറിയ തൈയാണ്, നമുക്കിതിപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഇത് കായ്ച്ചത്. അത് കാരണം കൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് മുളക് വലിപ്പം വന്നാലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നോക്കണം. പിന്നെ നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ പശുവുണ്ട്, അതാണ് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും പശുവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിടുക ചെയ്യുക. ചാണകമൊക്കെ നമുക്ക് ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ എല്ലാ തൈകളിലും ചാണകവും ആട്ടുംകാട്ടമൊക്കെ ഇടാറുണ്ട്. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ പല മുളക് തൈകളിൻ്റെ വിത്തുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ വിത്തുകൾ ഇടണം. അതിലും നമുക്ക് ക്യാപ്സിക്കം, അങ്ങനെ ഈ ബജ്ജി മുളക്, അതിൻ്റെ വിത്തൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളിത് സാധാ വിത്തായിട്ടാണ് നമ്മളിത് ഇട്ടത്. നമുക്കിനി മുളക് മാത്രമല്ല, മുളകല്ലാണ്ട് വേറെയും കുറേ ചെടികൾ ഇനി നമുക്ക് വെക്കണം. പച്ചക്കറി വിത്തുകൾ ഇടണം. അപ്പം നമ്മൾക്ക് താഴേന്ന് വേണം നമ്മൾ മണ്ണ് വെട്ടിയിട്ട് വേണം മുകളിലോട്ട് കൊണ്ടുവരാൻ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം കൊണ്ട് എപ്പോഴും അങ്ങനെ എല്ലാ കൃഷിയും വെക്കാറൊന്നുമില്ല, നിറയെ വിത്തുകളൊന്നും ഇടാറില്ല. അപ്പോൾ നമ്മളിത് തീരുന്നതിൽ മാത്രം, നമ്മൾ ഈ തീരുന്ന ഗ്രോ ബാഗിൽ തന്നെയാണ് നമ്മൾ അടുത്തതും വിത്തിടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ സിമെൻറ്റ് ചാക്ക് പോലത്തെ ചാക്ക്, അരിച്ചാക്കൊക്കെ, അതിനകത്തും മണ്ണ് നിറച്ചിട്ട് നമ്മൾ വിത്തിടാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചീരയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനധികം ചീരയാണ് നമുക്ക് കിട്ടാറ്. നമുക്കെപ്പോഴും പൊട്ടിക്കാൻ കിട്ടുന്നത് ചീരയാണ്. അപ്പോൾ മുളകും നമുക്ക് കുഴപ്പമില്ല, മുളകും നമുക്ക് കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് മുളകും കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ മുളകൊക്കെ ഉണ്ടോ? ഇങ്ങനത്തെ മുളകൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുളകൊക്കെ പൊട്ടിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളകാണ്. നമുക്കിത് ബജ്ജി മുളകാണ്, പക്ഷെ നമ്മളിത് കറിയിലും ഇടയ്ക്കൊക്കെ നമ്മൾ കറിയിലോട്ട് ഇത് ചേർക്കാറുണ്ട് കേട്ടോ ഈ മുളക്. പക്ഷെ ടേസ്റ്റൊന്നും നമുക്ക് വലിയ വ്യത്യാസമായി തോന്നാറില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.